ഹലോ, അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ വീഡിയോ ഷെയർ ചെയ്യാണ്. എൻ്റെ സാറ്റർഡേയിലെ രാവിലെ ഞാൻ എഴുന്നേറ്റു. ഏർലി മോർണിംഗ് അല്ല, വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇക്കാക്ക് ഓഫീസിലും പോകണ്ട, അതുപോലെ തന്നെ സാറാക്ക് സ്കൂളിലും പോകണ്ട. അതുകൊണ്ട് സമാധാനമായിട്ട് ഒരു 9:30 ആയപ്പോഴത്തേനാണ് ഞാൻ കുക്കിങ്ങിന് കയറിയത്. ഞാൻ മോർണിംഗ് പ്രെയർ കഴിഞ്ഞ് കുറച്ച് നേരം എന്ത് ചെയ്തു, നമ്മുടെ വീഡിയോയും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു. അതിനുശേഷം എഡിറ്റിങ് ഒരു 1.5-2 മണിക്കൂർ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ പയ്യനെ കിച്ചണിൽ കയറിയതിന് ശേഷം ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്യാം എന്ന് തലേന്നേ തീരുമാനിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, നൈസ് പത്തിരി വിളിച്ച് ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ ഇതാ രാവിലെ തന്നെ അവർ ഡെലിവറി കൊണ്ട് തന്നു. പിന്നെ ഫ്രഷ് ആയിട്ട് ഇതാ ചിക്കൻ വാങ്ങിച്ചു, പിന്നെ തേങ്ങ. ഇതിപ്പോൾ പകൽ പോയിട്ട് ഇപ്പോൾ രാവിലെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഫ്രഷ് ചിക്കനും കാര്യങ്ങളൊക്കെ. അതിന് ശേഷം ഇതാ ഞാൻ ചിക്കൻ കറി വെക്കാനുള്ള ഐറ്റംസ് എല്ലാം അടുപ്പിച്ചു. കറിവേപ്പിലയും ഗ്രീൻ ചില്ലിയും ടൊമാറ്റോയും സവോളയും, പിന്നെ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ബോട്ടിൽഡ് റെഡിമെയ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് എടുക്കുന്നത്. എനിക്കെന്തോ ഇപ്പോൾ ചിക്കൻ കറിക്ക് ആ റെഡിമെയ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അതിപ്പം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മൾ പാനിലേക്ക് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു. അതിന് ശേഷം കുറച്ച് ഉലുവ പൊട്ടിച്ചതിന് ശേഷം ഒരു പിടി സവോളയും പച്ചമുളകും കറിവേപ്പിലയും, അതുപോലെ തന്നെ പെട്ടെന്ന് വഴലാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് സവോള നന്നായിട്ട് വേവിക്കുകയാണ്. അപ്പോൾ ടൊമാറ്റോയും കാര്യങ്ങളൊക്കെ അതിന് ശേഷമേ ഇടുന്നുള്ളൂ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ ചിക്കൻ കറി, വളരെ സിമ്പിളാണ്, എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ വീക്ക് ഡേയ്സിൽ ഇപ്പോൾ സാറാക്ക് വെളുപ്പിനെ സ്കൂളിൽ പോകണം. ഇക്കാക്കാണെങ്കിലും ഓഫീസിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളും മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാക്കും ഒരു 7-7:30 ആകുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അതുകൊണ്ട് തന്നെ വീക്ക് ഡേയ്സിൽ ഇപ്പോൾ കംപ്ലീറ്റ് ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റാണ്. തട്ടിക്കൂട്ടെന്ന് പറയുമ്പോഴത്തേനും എന്നും റിപ്പീറ്റഡ് എന്ന് പറഞ്ഞാൽ പുട്ട്, വെള്ളയപ്പം, ഇടിയപ്പം, അതുപോലെ തന്നെ ദോശ, ഇഡ്ഡലി, ഇതൊക്കെ തന്നെ റിപ്പീറ്റാണ്. അപ്പോൾ കുറച്ച് ടൈം എടുത്ത് നമ്മൾ കയ്യറോട്ടി, അതുപോലെ തന്നെ നൈസ് പത്തിരി, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതും കഴിക്കുന്നതുമൊക്കെ വീക്കെൻഡ്സിലാണ്, സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലാണ്. അപ്പോൾ ഇതാ സൈറു എണീറ്റ് വരുമ്പോഴത്തേനും അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ്സും നട്ട്സുമാണ് ഞാൻ സോക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ രാവിലെ ഉച്ച കഴിഞ്ഞത്തേന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ ഇത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുകയാണ്. അതിന് ശേഷം ഇതാ നമ്മുടെ സവോളയും ഒക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴണ്ടതിന് ശേഷം ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ ടൊമാറ്റോയും ചേർക്കുന്നത്. അപ്പോൾ സവോള എത്രത്തോളം വെന്തലിയുന്നോ നമ്മുടെ ചിക്കൻ കറിക്ക് അത്രയും ടേസ്റ്റ്. സവോള ഓരോന്നായിട്ട് കിടക്കണ്ട, നന്നായിട്ട് വെന്തലിഞ്ഞ് മാക്സിമം വേവുന്നതാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മുന്നെയൊക്കെ ഈ റെഡിമെയ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്യത്തില്ലായിരുന്നു. എപ്പോഴും ജിഞ്ചറും ഗാർലിക്കും എടുത്ത് വീട്ടിൽ തന്നെ യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ കറികൾക്കൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള ടേസ്റ്റ്, എത്ര മാറ്റി പിടിച്ചാലും കറികൾക്കൊക്കെ ഒരു കോമൺ ടേസ്റ്റ്. അപ്പോൾ ഞാൻ ബോട്ടിലിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മേടിച്ച് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ കറികൾക്കൊക്കെ ഡിഫറെൻറ്റ് ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടാൻ തുടങ്ങി. വേറെ ആരോ വെച്ചിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു കറിയുടെ ഒരു ടേസ്റ്റ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഡിഫറെൻറ്റ് ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡിഫറെൻറ്റ് ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ബോട്ടിൽ വാങ്ങിക്കാൻ തുടങ്ങി. എപ്പോഴും സെയിം ബോട്ടിൽ തന്നെയല്ല, മാറ്റിക്കൊണ്ടിരിക്കും. അതിനുശേഷം തക്കാളി ഇട്ടു, അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ടു. അതിനുശേഷം പൊടികളെന്ന് പറയുന്നത് കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും പെരിഞ്ജീരകപ്പൊടിയും ഗരം മസാല പൊടിയും. അപ്പോൾ ഞാൻ മല്ലിപ്പൊടി അത്യാവശ്യം കൂടുതൽ ചേർക്കും കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കറി എന്ന് പറയുന്നത് സെമി ഗ്രേവി കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ വളരെ ലൂസ് കൺസിസ്റ്റൻസി അല്ല. അപ്പോൾ ഗ്രേവി കുറച്ച് തിക്കായിട്ടിരിക്കാനായിട്ട് ടൊമാറ്റോയും മല്ലിപ്പൊടിയും സവോളയൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കുമ്പോൾ നമ്മുടെ ഗ്രേവി എന്ന് പറയുന്നത് കുറച്ച് തിക്കായിട്ട് ഇരുന്നോളും. അതിനുശേഷം ഞാൻ ചിക്കൻ എടുത്ത് കറിക്ക് ഇപ്പോഴത്തേന് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് ആ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ വെച്ചിരിക്കുന്നത്. ബാക്കി ഒരു പിടി ഞാൻ ഫ്രീസറിലേക്ക് തിരിച്ച് കയറ്റുകയാണ്. നെക്സ്റ്റ് ഡേയിൽ ചോറിനൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ
രണ്ടായിട്ട് നമ്മുടെ ചിക്കനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഇപ്പോഴത്തെ ചിക്കനിലേക്ക് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഞാൻ തിരുമ്മി ഒന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കുകയാണ്. നമുക്ക് ഒരുപാട് നേരം ഇന്ന് വെക്കാനുള്ള സമയമില്ല, കാരണം കറക്റ്റ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനിലാണല്ലോ. അതുകൊണ്ട് തന്നെ ജസ്റ്റ് എങ്കിലും ആ ഒരു കളറോട് കൂടിയിട്ടുള്ള ചിക്കൻ്റെ ആ ഒരു ഡയറക്റ്റ് കളർ മാറ്റി ഒന്ന് കുറച്ചും കൂടെ ഒന്ന് എരിവും പുളിയും കളറും ഒക്കെ പിടിക്കാനായിട്ട്, പുളിയല്ല എരിവും കളറും ഒക്കെ പിടിക്കാനായിട്ട് ഞാനൊന്ന് തിരുമ്മി വെക്കുകയാണ്. തിരുമ്മി വെച്ച് ഒരു 10 മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ചിക്കൻ എന്ന് പറയുന്നത് ആ ഒരു മസാലയിലേക്ക് ഇടുകയാണ്. അപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ മാറി കുറച്ച് നേരം ഒരു 10 മിനിറ്റൊക്കെ സവോളയും പൊടികളും സ്പൈസസ് എല്ലാം നന്നായിട്ട് കിടന്ന് വെന്തതിന് ശേഷം ഇനിയും കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കും. കാരണം സവോളയും അതുപോലെ തന്നെ ചിക്കനും എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് വേവിക്കും. അപ്പോൾ അത് നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴത്തേനും ചിക്കൻ കറിയുടെ ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുക. നമ്മൾ ഹറിബറിയായിട്ട് തട്ടിക്കൂട്ടി വെക്കുമ്പോഴത്തേനും നമ്മുടെ കറിക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റേ ഉണ്ടാവുള്ളൂ. നമ്മൾ സമയമെടുത്ത്, മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഞാൻ വീക്ക് ഡേയ്സിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വെക്കാത്തത്. കാര്യം അതിനുള്ള നേരവും കാലവും സമയവും നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് വീക്കെൻഡ്സിലാണ് ഇതുപോലെയുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഡിഷസ് ഞാനിപ്പോൾ കൂടുതലായിട്ട് വീക്കെൻഡ്സിലാണ് വെക്കാറ്. അപ്പോൾ അപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്നത് കുറച്ച് ചൂടുവെള്ളമാണ്. അത് നമ്മുടെ ചിക്കനിലേക്ക് ഒഴിക്കും. അപ്പം ഞാൻ നോക്കി കുറച്ച് ചൂടുവെള്ളമേ ഒഴിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി വേണ്ട, നമുക്ക് തിക്കായിട്ടുള്ള സെമി ഗ്രേവി മതി. അപ്പോൾ ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയും അതുപോലെ തന്നെ ചിക്കൻ കറി, സെമി ഗ്രേവി ചിക്കൻ കറിയും അതുപോലെ തന്നെ തേങ്ങാപ്പാൽ നല്ല ഉള്ളിയൊക്കെ ഇട്ട് താളിച്ച നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി തേങ്ങാപ്പാലും പിന്നെ പതപ്പിച്ച നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള നല്ല ചൂട് ചായയും. അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനെയുള്ള ഇപ്പം എൻ്റെ ഒരു ശീലം എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണ് എനിക്ക് ചായ മസ്റ്റ്. മുന്നേ ഒക്കെ ആദ്യം ചായ കുടിക്കുന്നു, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഈ കുടിച്ച് ഈ ഒരു ടേസ്റ്റ് പറ്റിയപ്പോൾ സ്പൈസും ആ ഒരു ചൂടും കൂടെയുള്ള ആ ഒരു കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ട് തുടങ്ങിയപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കും ഇക്കാക്കുമുള്ള അപ്പോൾ ചിക്കൻ ഓൾമോസ്റ്റ് ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ചായ വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതാ പാലൊക്കെ അളന്നൊഴിച്ചതിന് ശേഷം ഏലക്ക ഇട്ടിട്ട് നമ്മൾ ചായ വെക്കാനുള്ള ഇനിഷ്യൽ സ്റ്റേജാണ്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും തേയിലപ്പൊടിയും അതുപോലെ തന്നെ സ്വീറ്റൊക്കെ ആഡ് ചെയ്യും. പിന്നെ അതിന് ശേഷം നമ്മുടെ പത്തിരി എന്ന് പറയുന്നത് നമ്മുടെ തമാർ ഗ്രൂപ്പിൻ്റെ പത്തിരിയാണ്. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് പത്തിരിയാണ് വാങ്ങിച്ചത്. 25 എണ്ണം വെച്ചിട്ട് 2 പാക്കറ്റ്, അപ്പോൾ 50 പത്തിരിയായിരുന്നു. അപ്പോൾ 50 പത്തിരിയാണ് വാങ്ങിച്ചത്. അത് ഷെൽഫ് ലൈഫ് എന്ന് പറയുമ്പോഴത്തേനും ഒരു 3 to 4 days ഇതിൻ്റെ ഷെൽഫ് ലൈഫ് ഉണ്ട്. അപ്പോൾ ഇത് ഹീറ്റ് ചെയ്യുന്നില്ല, ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഇപ്പോൾ ഫ്രഷ് ആയിട്ട് കൊണ്ട് തന്നതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ തന്നെ കഴിക്കുകയാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോഴത്തേനാണ് പാനിലിട്ട് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്യണം. പിന്നെ ഞാൻ എൻ്റെ ചിക്കൻ കറി കഴിഞ്ഞു, എൻ്റെ ചായയുടെ പ്രിപ്പറേഷൻ നടക്കുന്നു, പത്തിരി കാസ്ട്രോളിലേക്ക് ഇട്ട് വെച്ചു. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ കുറച്ച് ഒരു പിടി തേങ്ങ എടുത്തിട്ട് ഞാൻ തേങ്ങാപ്പാൽ അടിക്കാൻ പോവാം. കാരണം തേങ്ങാപ്പാൽ എന്ന് പറയുന്നത് ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേനാണ് ടേസ്റ്റ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു നേരത്തേനുള്ള തേങ്ങാപ്പാൽ ഞാനിപ്പോൾ അടിച്ചു വെക്കുകയാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡിന്നറിന് പത്തിരിയാണെങ്കിൽ ഞാൻ ഫ്രഷായിട്ട് തേങ്ങാപ്പാൽ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ എൻ്റെ കൊച്ച് എഴുന്നേറ്റ് വന്നു, സൈറ ഇത് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് വന്നു. ഞാൻ അവളെ കൗണ്ടർ ടോപ്പിൽ ഇരുത്തി. ഇനിയിപ്പോൾ അവൾ എഴുന്നേറ്റ് വന്ന സ്ഥിതിക്ക് എൻ്റെ കുക്കിങ്ങിന് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം ഞാൻ അവൾക്ക് വേണ്ടിയിട്ടുള്ള മിൽക്കും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണ്. അത് കുടിപ്പിച്ച് അവളുടെ വയറ് നിറച്ചതിന് ശേഷം ബാക്കിയുള്ള കുക്കിങ്ങിലേക്ക് കയറാം എന്ന് വിചാരിച്ചു. കൊച്ച് എഴുന്നേറ്റ് വന്നതുകൊണ്ട് ഞാൻ എന്തായാലും ചിക്കൻ കറി അവിടെ ഇരുന്നാവുന്നുണ്ട്, ചായ അവിടെ ഇരുന്നാവുന്നുണ്ട്, പത്തിരി അവിടെ ഇരുന്നാവുന്നുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇവൾക്ക് ഈ മിൽക്കും കൂടെ കുടിപ്പിച്ചതിന് ശേഷമാണ് തേങ്ങാപ്പാലിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതും കൂടെ സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എല്ലാം സെറ്റായി. അപ്പോൾ കിച്ചൺ ഡ്യൂട്ടി അവസാനിപ്പിച്ചിട്ട് നമുക്ക് ഡൈനിങ് ടേബിളിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ചായയൊക്കെ അടിപൊളിയായിട്ട് തിളച്ച് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്, ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. കിടന്ന് സ്ട്രോങ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ആ ഒരു ടീയൊക്കെ നന്നായിട്ട് പാലിൽ കിടന്ന് വേവട്ടെ. അങ്ങനെ കിടന്ന് വെന്ത്
വെന്ത് അങ്ങനെ കിടക്കുമ്പോഴാണ് നമ്മുടെ ചായയുടെ ടേസ്റ്റ് ഇറങ്ങുന്നത്. അല്ലാതെ പെട്ടെന്നൊന്ന് കളർ ചേഞ്ച് ആയതിന് ശേഷം എടുത്ത് ഊറ്റി കുടിക്കുകയാണെങ്കിൽ ചായക്ക് ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ കുറച്ച് നേരം കിടന്നതിന് ശേഷം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ തേയിലപ്പൊടിയൊക്കെ അത്ര ഹെൽത്തി അല്ല എന്നറിയാം, എങ്കിൽ പോലും രാവിലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിപൊളി ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് നല്ലൊരു സുഖമാണ്. അപ്പോൾ അങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ചായ തന്നെ വേണം. എന്നും പറഞ്ഞാൽ ഓവർ തേയിലപ്പൊടിയൊന്നും എനിക്ക് പറ്റില്ല. നമ്മളുടെ നോർമലായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ചായ ഉണ്ടല്ലോ, ആ ഒരു ചായ അത് രാവിലെ മസ്റ്റാണ്. അപ്പോൾ ഇതാ എൻ്റെ ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഇത് ചിക്കൻ കറിയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ നോക്കിയാണ് ചൂടുവെള്ളം ഒഴിച്ചത്. ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസി ആണെങ്കിൽ ഇക്കാക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ സെമി ഗ്രേവി ആയിരിക്കണം. പിന്നെ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് പത്തിരിയിൽ കുതിർത്തി കഴിക്കണം. അതാണ് നമ്മളുടെ ഒരു ശീലം. അപ്പോൾ ഇതാ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അതിന് ശേഷം നമ്മളിതാ ഒരു പാൻ വെച്ചു. പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ തേങ്ങാപ്പാലിനുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ കോക്കനട്ട് ഓയിൽ മസ്റ്റാണ് കേട്ടോ. നമുക്ക് കുറച്ച് ടേസ്റ്റായിട്ട് കറികളും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ വളരെ കുറച്ചാണല്ലോ, അപ്പോൾ ഒരുപാടൊന്നും വേണ്ടല്ലോ. അപ്പോൾ കുറച്ചുള്ള ഇങ്ങനെയുള്ള കറി ഉണ്ടാക്കലിനൊക്കെ നമ്മൾ മാക്സിമം തേങ്ങാപ്പാൽ തന്നെ യൂസ് ചെയ്യുക. അതിന് ശേഷം ഇതാ ഞാൻ കുറച്ച് കൂടുതൽ കൊച്ചുള്ളി ഇട്ടു. അതിന് ശേഷം അത് നന്നായിട്ട് ഫ്രൈഡ് ആയതിനു ശേഷം അതിലേക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിലേക്ക് ഒഴിക്കുകയാണ്. അപ്പം ഒരു പിടി തേങ്ങാപ്പാലിൽ ഒരു ചെറിയ ബൗൾ തേങ്ങാപ്പാൽ ഞാൻ എടുത്തോളൂ. ഒരു മൈൽഡ് സ്വീറ്റ്നെസ്സോട് കൂടിയിട്ട് അടിപൊളിയായിരുന്നു തേങ്ങാപ്പാൽ. അപ്പോൾ ദാ എൻ്റെ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ ഓൾമോസ്റ്റ് ഡണ്ണ്. ഞാൻ ഹാളിലേക്ക് വന്നു. അതിന് ശേഷം എനിക്കും ഇക്കാക്കും വേണ്ടിയിട്ടുള്ള ഓരോ ഗ്ലാസ് ചായ ഞാൻ ഒഴിക്കുകയാണ്. നല്ല അടിപൊളി, ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയത്തില്ലേ, അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ലൊരു ചായയല്ലേ. അപ്പോൾ പതപ്പിച്ച് നല്ല അടിപൊളി ചായ, ലുക്കിൽ മാത്രമല്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി ചായയാണ്. ഇതാ ഞാൻ ഓരോന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ആഹാ, എൻ്റെ അടിപൊളി ടേസ്റ്റി ചിക്കൻ കറി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, ശരിക്കും ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ അരയ്ക്കുന്ന ജിഞ്ചറും ഗാർലിക്കും ഒക്കെയാണ് നല്ലത്. പക്ഷേ ടേസ്റ്റ് വൈസ് എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു ഈ ഒരു റെഡിമെയ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ പ്രിസർവേറ്റീവ്സും ടേസ്റ്റ് മേക്കേഴ്സൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം നമ്മളെ ഇത്രയും അട്രാക്റ്റ് ചെയ്യുന്നത്. എന്താണേലും ഞാനത് എന്നും ഒരു ശീലമാക്കുന്നില്ല. ടേസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കണം എന്ന് തോന്നുമ്പോൾ മാത്രം എന്ത് ചെയ്യും, റെഡിമെയ്ഡ് ബോട്ടിൽ ജിഞ്ചർ ഗാർലിക് യൂസ് ചെയ്യും. പിന്നെ പത്തിരി ഇതാ അടിപൊളി, ഞാൻ ഇളക്കിയില്ലായിരുന്നു കേട്ടോ. ആ ഒരു ഷോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴാണ് തേങ്ങാപ്പാൽ താളിച്ചൂറ്റിയത് ഇളക്കുന്നത്. അപ്പോൾ അതൊന്ന് അടിപൊളിയായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോന്നോരോന്ന് വിളമ്പുക, അതിനുശേഷം ഓരോന്നോരോന്ന് കഴിക്കുക. അപ്പം വിളമ്പലും കഴിക്കലും ഒക്കെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഡ്യൂട്ടിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഷോർട്സിൽ കംപ്ലീറ്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് എൻ്റെ വിളമ്പൽ, എൻ്റെ ഫുഡ് കഴിക്കൽ, അതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഒരു 59 സെക്കൻഡ്സ് എങ്കിലും അത്യാവശ്യം നീറ്റായിട്ടുള്ള ഫുഡ് ഷോട്ടുകൾ എനിക്ക് കിട്ടണം. അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ഷോട്ടിന് വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പം ഞാനിത് എനിക്ക് കഴിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് ചൂട് ചായ. അപ്പോൾ ഇതാ എനിക്ക് കുടിക്കാനായിട്ട് ഒരു ഗ്ലാസ് ചൂട് ചായ, അതിന് ശേഷം പത്തിരിയായിട്ട് 3 നൈസ് പത്തിരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചിക്കൻ കറിയൊക്കെ ഇതാ ഞാൻ ഒഴിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി. പിന്നെ തേങ്ങാപ്പാൽ ഇപ്പോൾ ജസ്റ്റ് വിളമ്പുന്നത് കൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ ആ സൈഡിൽ വെച്ചിട്ട് ഒരു ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നേ ഉള്ളൂ. കാര്യം എന്താ വെച്ചാൽ ഷോർട്സിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ഷോർട്സ് കാണുന്നവർക്കറിയാം, ഞാനിതാ ഇന്ന് ഈ ഷോർട്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷോർട്സ് കാണാത്തവർ ഒന്ന് ചെന്ന് കാണുക. ഇനി കഴിക്കൽ, അതിനുശേഷം സാറാക്ക് വിശക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചിന് വേണ്ടിയിട്ട് ഞാനിതാ 2 പത്തിരിയും കറിയും കാര്യങ്ങളും ഒക്കെ എടുത്ത് മോൾക്കും വാരി കൊടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് വീക്കെൻഡാണ്. അപ്പോൾ വീക്കെൻഡ് ആയപ്പോഴത്തേനും സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നല്ല എൻജോയ് ചെയ്ത് ആസ്വദിച്ച് കുക്ക് ചെയ്തു. ഇനി കഴിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.